ചില ആളുകൾക്ക് പ്രായത്തെ അതിജീവിക്കുന്ന ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ കൂടെയുള്ള ഉസ്താദ് നമുക്കതിൻ്റെ കാരണം, ശാസ്ത്രീയമായ കാരണം പറഞ്ഞു തരാണ്. നമുക്കൊക്കെ പ്രായമാകുമ്പോഴേ നമ്മുടെ ന്യൂറോ സെല്ലുകൾ ഡീകേ ആവുകയും അത് പതിയെ ഡെഡായി പോവുകയും ചെയ്യും. എന്നാൽ ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് പ്രായമായാലും അവരുടെ ബ്രെയിനിന് ഭയങ്കര പവറായിരിക്കും. എന്താണ് ഇതിന്റെ കാരണം? അവർക്കൊന്നും ഇതുപോലെ ന്യൂറോ സെല്ലുകൾ ഡീകേ ആയി പോകുന്നില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ ബ്രെയിനിന്റെ പവർ കൂടാനുള്ള കാരണം എന്താണ്? അതെ, ബ്രെയിനിന്റെ പവർ കൂടാനുള്ള കാരണം എന്ത്? ഇസ്ലാമിന്റെ വേഷം കെട്ടി മൗലിയരായിട്ട് ഉസ്താദായിട്ട് ഇരിക്കുമ്പോഴും തലച്ചോറിൽ നിന്ന് നാക്കിൻ തുമ്പത്തേക്ക് ഉള്ള അകലം എത്ര ചെറുതാണെങ്കിലും ഉസ്താദ് ശാസ്ത്രം പറയുമ്പോൾ അതിന് വേറെ മാനങ്ങൾ വരും. അതങ്ങനെയാണ്. കേൾക്കാം, എന്താണ് കാരണം? പഠനങ്ങൾ തെളിയിക്കുന്നത്, അതിന്റെ ഒരു പഠനത്തിൽ തെളിയിക്കപ്പെട്ടതായി കാണാം, ധാരാളം അവരുടെ ചിന്തയെ അവർ ഉപയോഗിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഖുർആനിലൂടെ എത്ര ഇടങ്ങളിലാണ് മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കൂ എന്ന് പറയുന്നത്. അതെ, മനസ്സിലായോ? ചിന്തിക്കുന്നത് കൊണ്ടാണ് തലച്ചോറ് പ്രവർത്തനക്ഷമമായിട്ടിരിക്കുന്നത്, ന്യൂറോ സെല്ലുകൾക്ക് തകരാറുകൾ സംഭവിക്കാത്തതും മരിക്കാത്തതും. ഇനി അങ്ങനെയൊക്കെ സംഭവിച്ചാലും, ന്യൂറോൺസ് നശിച്ചാലും ചിലർക്ക് ഓർമ്മശക്തി നിലനിൽക്കും എന്നും ബുദ്ധി അതുപോലെ തന്നെ നിലനിൽക്കും. ന്യൂറോൺസ് നശിച്ചു പോയാലും കുഴപ്പമില്ല. അതിൻ്റെ കാരണം ചിന്തിക്കലാണ്. ഈ ചിന്തിക്കണം എന്നത് ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ നിലനിൽക്കുമെന്ന് പഠിപ്പിക്കപ്പെടുമ്പോഴും ചിന്തയെ വല്ലാതെ പ്രേരിപ്പിച്ച ഒരു ഗ്രന്ഥമാണല്ലോ ഖുർആൻ. അതുകൊണ്ട് ശാസ്ത്രീയമായ ഈ കണ്ടെത്തൽ 1400 വർഷങ്ങൾക്ക് മുൻപ് തന്നെ മുഹമ്മദ് നബിയിലൂടെ അള്ളാഹു ആൾക്കാരെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ഇങ്ങനെ ന്യൂറോൺസ് ഒക്കെ പ്രശ്നം വരും, അതിനെ അതിജീവിക്കാൻ നിങ്ങൾ ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ടില്ലേ എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ ഖുർആനിൽ ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഖുർആനിൽ എന്തിനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വലിയ രീതിയിൽ മനുഷ്യന്റെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അത്തരം ചിന്തകളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഖുർആൻ ചിന്തിക്കാൻ പറഞ്ഞത് എന്താണെന്നും ഖുർആൻ പറഞ്ഞ ചിന്തയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ എത്തിപ്പെടുന്നത് എവിടെയായിരിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ കണ്ടുപിടുത്തത്തിൻ്റെയും ഉസ്താദിൻ്റെ ഈ ഇസ്ലാമിക് ഖുർആൻ ശാസ്ത്ര ടിപ്പിൻ്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. അള്ളാഹിനെ കുറിച്ച്, ഈ ലോകത്തെ അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്കിക്കേ. നമുക്കങ്ങനെ ആ ചിന്തയിലൂടെ പ്രപഞ്ചനാഥനായ സ്രഷ്ടാവായ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തുന്ന ബുദ്ധി നമുക്കുണ്ടോ? ഒരിക്കലും ആ ബുദ്ധി നശിച്ചു പോവുകയില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഖുർആൻ പറഞ്ഞ പ്രകാരം ചിന്തിച്ച് അള്ളാഹിനെ കണ്ടെത്തി അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ മഹത്വവും ഒക്കെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചിന്ത പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രായാധിക്യം കൊണ്ടുണ്ടാവുന്ന ഓർമ്മ തകരാറ്, ബുദ്ധി പ്രശ്നങ്ങൾ എന്നിവയൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഉസ്താദ് പറയുന്നത്. അല്ലാഹു അലം ബിസ്സവാബ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.